തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലത്ത് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിന്റെ പ്രതാപകാലം ഓർമ്മപ്പെടുത്തുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. 1601 വേണാട് രാജാവായിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാൾ നിർമ്മിച്ച ഈ കൊട്ടാരം പിന്നീട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രൂപത്തിൽ വിപുലീകരിച്ചത്. ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള കരിങ്കൽ കോട്ടമതിലിനുള്ളിൽ 6.5 ഏക്കറിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ കൊട്ടാര സമുച്ചയം കേരളത്തിന്റെ തനതായ തച്ചുശാസ്ത്രത്തിന്റെ മനോഹരമായ ഒരു മാതൃകയാണ്. കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പഴയ ഭാഗമായ തായക്കൊട്ടാരം, സൂക്ഷ്മമായ കൊത്തുപണികൾ ചെയ്ത മന്ത്രശാല, ചുവർച്ചിത്രങ്ങളാൽ സമൃദ്ധമായ ഉപ്പിരിക്ക മാളിക എന്നിവ അക്കാലത്തെ വാസ്തുവിദ്യയുടെ ഗരിമ വിളിച്ചോതുന്നു. പ്രകൃതിദത്ത മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച് കണ്ണാടി പോലെ തിളങ്ങുന്ന കറുത്ത തറയും 64 തരം ഔഷധമരങ്ങളാൽ തീർത്ത രാജകീയ കട്ടിലും ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാണ്. കരിങ്കൽ തൂണുകളാൽ ശ്രദ്ധേയമായ നവരാത്രി മണ്ഡപവും 2000 പേർക്ക് ഭക്ഷണം വിളമ്പാവുന്ന ഊട്ടുപുരയും 300-ലധികം വർഷമായി സമയം തെറ്റാതെ ചലിക്കുന്ന ഘടികാര ഗോപുരവും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികളാണ്. 1795 തിരുവിതാംകൂർ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയെങ്കിലും പത്മനാഭപുരം കൊട്ടാരം ഇന്നും അതിന്റെ പ്രൗഢി കൈവിട്ടിട്ടില്ല. കേരള പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ചരിത്രവും കലയും ഒത്തുചേരുന്ന ഈ പൈതൃക സ്മാരകം മരം കൊണ്ട് പ്രധാനമായും നിർമ്മിച്ച കൊട്ടാര സമുച്ചയങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ്.